എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താരംഗത്തിലേക്ക് സ്വാഗതം. ഹൂത്തികൾ ഇസ്രായേലിലെ എലിയാത്തിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഏതാണ്ട് 27ഓളം പേർ മരണപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇസ്രായേലിലെ ഏറ്റവും സുപ്രധാനമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് എലിയാത്ത്. എലിയാത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂത്തികൾ നിരവധി തവണ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഏതാണ്ട് ഒരു 27ഓളം പേരുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ഒരു ഹോട്ടൽ സമുച്ചയത്തിലേക്കാണ് ഈ ഡ്രോണുകൾ വന്ന് പതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വലിയ തരത്തിലുള്ളൊരു ആക്രമണം, ഈ അയൺ ഡോമുകൾ കണ്ണടച്ചു അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിലച്ച സമയത്ത് ഹൂത്തി ആക്രമണം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇസ്രായേലിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖവും ടൂറിസ്റ്റ് സങ്കേതവും ഒക്കെയാണ് എലിയാത്തിലെ ഈ അപ്രതീക്ഷിതമായ ആക്രമണം. അയൺ ഡോൺ പ്രതിരോധ സംവിധാനങ്ങളുടെ പിഴവ് മൂലം സംഭവിച്ച ഈ അപ്രതീക്ഷിത ആക്രമണത്തിലാണ് ഏതാണ്ട് 27ഓളം പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വലിയ ആക്രമണത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു നാണക്കേടുണ്ടായിരിക്കുകയാണ്. ഹൂത്തികളെ പോലെ ഒരു ദുർബല സൈന്യം, ഈ യമനിലെ ഒരു ദുർബല സൈന്യത്തിൽ നിന്നും വലിയ തിരിച്ചടി ഇത്ര കരുത്തന്മാരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇസ്രായേലിൽ ഉണ്ടായിരിക്കുകയാണ്. അതിന് തിരിച്ചടികൾ ഹൂത്തികളുടെ യമനിലെ പ്രധാന തലസ്ഥാന നഗരിയായ സനയിലേക്ക് അവർ പിന്നീട് ആക്രമണം നടത്തുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ഇത്തരത്തിൽ ഇസ്രായേലിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രത്യാക്രമണത്തിന് തയ്യാറായത് തന്നെ ഈ ഹൂത്തി ആക്രമണത്തിലെ മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിലാണ്. ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടാണ് യമനിലെ ഹൂത്തികൾ എലിയാത്ത് നഗരം ആക്രമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 2 വർഷത്തോളമായി ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിലും പിന്നീട് ഇസ്രായേൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഗസ ആക്രമണത്തിൻ്റെ ഒപ്പം തന്നെ ഈ പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തി വരികയാണ്. ഇസ്രായേലിലേക്ക് ഇതുവരെ ഹൂത്തികൾ നടത്തി എന്ന് പറയുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും രൂക്ഷമായ ഒരു ആക്രമണമാണ് ഏറ്റവും അവസാനം ഹൂത്തികൾ ഡ്രോൺ ആക്രമണത്തിലൂടെ എലിയാത്ത് ആക്രമിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ശക്തമായ തിരിച്ചടി അതിനുശേഷം ഹൂത്തികൾക്കും ഇസ്രായേൽ നൽകിയിരുന്നു. നിരവധി തവണ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ സന കേന്ദ്രീകരിച്ച് ഹൂത്തികളുടെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഏതായാലും ഹൂത്തികൾ ഇസ്രായേല് ആക്രമിച്ചിരിക്കുന്നു. കൃത്യമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് ഹൂത്തി ആക്രമണത്തിലൂടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിരവധി തവണ ഈ 2 വർഷത്തിനിടയിൽ നിരവധി തവണ ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്.